സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റിലേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പറയും. അപ്പൊ എന്തായാലും ബുക്കും പെന്നൊക്കെ ആയിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ, ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. If value of K2 and concentration of E naught, കോൺസെൻട്രേഷൻ ഓഫ് E naught എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ആണ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. K2ന്റെ വാല്യൂവും E naught-ന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ദെൻ മാക്സിമം വെലോസിറ്റി ആൻഡ് ടേൺ ഓവർ നമ്പർ ആണ് കാണാൻ പറഞ്ഞത്. മാക്സിമം വെലോസിറ്റി ആൻഡ് ടേൺ ഓവർ നമ്പർ ഇപ്പൊ എങ്ങനെ ചെയ്യും? നമ്മള് ക്ലാസ്സിൽ എന്താണ് കൈനറ്റിക്സ് പഠിച്ചുതരാം, കറ്റാലിസിസ് പഠിച്ചുതരാം. അതിലുണ്ടായിരുന്നു എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ അല്ലെ. അപ്പൊ എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ എന്തൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഒരു എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻ എങ്ങനെയാണ് അത് നടക്കുക? ആദ്യം തന്നെ ഒരു സെക്കൻഡ്. ഓക്കെ, ആദ്യം തന്നെ എന്താവും? എൻസൈം സബ്സ്ട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് റിയാക്ഷൻ നടന്നിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറും അല്ലെ. ഇതിൽ എൻസൈം സബ്സ്ട്രാറ്റും ചേർന്നിട്ട് എൻസൈം സബ്സ്ട്രാറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്ന ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് K1ഉം റിവേഴ്സ് റിയാക്ഷന്റെ റേറ്റ് K-1ഉം ദെൻ പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ മെക്കാലിയസ് മെന്റൻ ഇക്വേഷൻ വെച്ചിട്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ത് വരും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് K2 into concentration of E naught into S divided by Km plus concentration of substrate. ഇതിൽ K എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെക്കാലിയസ് മെന്റൻ കോൺസ്റ്റന്റ് ആയിരുന്നു. അതെങ്ങനെ വരും? K എന്ന് പറഞ്ഞാല് K-1 into K2 divided by K1 അല്ലേ. അപ്പൊ ഒരു എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ കാണാം? K2 E naught into concentration of S divided by Km plus S എന്ന് വരും. Km എന്ന് പറഞ്ഞാല് മെക്കാലിയസ് മെന്റൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം റേറ്റ് ആർ മാക്സ് എങ്ങനെയാണ് കാണുക? ആർ മാക്സ് എന്ന് പറഞ്ഞാല് K2 into E naught ആണ്. K2 into E naught ആണ് ആർ മാക്സ്. ദെൻ ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാല് എന്താണ് കാണേണ്ടത്? ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാല് നമ്മൾ കാണേണ്ടത് K2-നെയാണ് ടേൺ ഓവർ നമ്പർ എന്ന് പറയാ. ദെൻ പിന്നെന്തായിരുന്നു? ടേൺ ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് കാണേണ്ടത് എന്തായിരുന്നു? ടേൺ ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് K2 ഡിവൈഡഡ് ബൈ ടൈം ആണ് കാണേണ്ടത്. ദെൻ കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് എന്താണ് കാണേണ്ടത്? K2 ഡിവൈഡഡ് ബൈ മെക്കാലിയസ് മെന്റൻ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് Km. K2 ഡിവൈഡഡ് ബൈ Km ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കാറ്റലിറ്റിക് എഫിഷ്യൻസി കിട്ടും. അപ്പൊ ഇത്രയാണ് എന്ത് എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എങ്ങനെ കാണും? R is equal to K2 into E naught into S divided by Km plus S എന്ന് വരും. അതിൽ ആർ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? K2 into E naught ആണ്. ദെൻ ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ K2 ആണ്. ടേൺ ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ K2 ഡിവൈഡഡ് ബൈ ടൈം ആണ്. കാറ്റലിറ്റിക് എഫിഷ്യൻസി ആണെങ്കിൽ K2 ഡിവൈഡഡ് ബൈ Km ആണ് കാണേണ്ടത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോയാൽ
ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കാണാൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിക്കുന്നത്? വാല്യൂ ഓഫ് K2 തന്നിട്ടുണ്ട്, T0യും തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം വെലോസിറ്റിയും ടേൺ ഓവർ നമ്പറുമാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരാം? നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മാക്സിമം വെലോസിറ്റിയും ടേൺ ഓവർ നമ്പറുമാണ് കാണാൻ പറഞ്ഞത്. ഏതായിരിക്കും ആൻസർ വരാം? ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തെന്നാണ്? K2 തന്നെയാണ് അല്ലെ? K2 തന്നെയാണ് ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടി K2 തന്നെയാണ്. K2ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ? 3.42 ഇൻറ്റു 10⁴ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് തന്നിക്ക്. അപ്പം ടേൺ ഓവർ നമ്പർ കാണാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആൻസറിലെ. അപ്പം 3.42 ഇൻറ്റു 10⁴ വരുന്ന ഏതൊക്കെ ആൻസർ ഉള്ളത്? ഓപ്ഷൻ എയിൽ 3.42 ഇൻറ്റു 10⁴ ആണ്. ഓപ്ഷൻ ബിയിലും 3.42 ഇൻറ്റു 10⁴ ആണ്. ഓപ്ഷൻ സി നോക്കുമ്പോൾ 10⁵ ആണ്. അപ്പൊ എന്തായാലും ഓപ്ഷൻ സി അല്ല ആൻസർ. ഓപ്ഷൻ ഡി നോക്കുമ്പോഴും 10⁵ ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല ആൻസർ. ഇനി ഓപ്ഷൻ എ ആണോ, സോറി ഓപ്ഷൻ ഡിയും അല്ല ആൻസർ. അപ്പൊ ഓപ്ഷൻ എ ആണോ ബി ആണോ? ടേൺ ഓവർ നമ്പർ നമുക്ക് കിട്ടി, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് 3.42 ഇൻറ്റു 10⁴. ഇനി മാക്സിമം വെലോസിറ്റി ആണ് കാണേണ്ടത് എന്ന് വെച്ചാൽ ആർ മാക്സ്. ആർ മാക്സ് എങ്ങനെയാണ് കാണുക? K2 ഇൻറ്റു E0. K2 ഇൻറ്റു E0 ചെയ്താലാണ് ആർ മാക്സ് കിട്ടുക. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? K2ന്റെ വാല്യൂ 3.42 ഇൻറ്റു 10⁴ ഇൻറ്റു E0 എത്രയാണ്? 10⁻² ആണ്. അപ്പൊ എന്ത് വരും? 3.42 ഇൻറ്റു 10⁴ ഇൻറ്റു 10⁻² എന്ത് വരും? 10⁻² വരും. അപ്പൊ ആൻസർ വരാം മാക്സിമം വെലോസിറ്റി 3.42 ഇൻറ്റു 10⁻² വരും. യൂണിറ്റ് നോക്കുമ്പോൾ K2ന്റെ യൂണിറ്റ് മോൾ ഡെസിമീറ്റർ⁻³ ആണ്. ദെൻ E0ന്റെ യൂണിറ്റ് S ഇൻവേഴ്സും ആണ്. അപ്പം മാക്സിമം വെലോസിറ്റി എന്ത് വരും? മോൾ ഡെസിമീറ്റർ⁻³ സെക്കൻഡ് ഇൻവേഴ്സിന് വരും അല്ലെ? അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരാം? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഇത് 3.42 ഇൻറ്റു 10⁻⁶ അല്ല, നമുക്ക് 10⁻² ആണ് വരാം. അപ്പൊ 10⁻⁴ ഇൻറ്റു 10⁻² ചെയ്യുമ്പോൾ 10⁻² വരും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നമുക്ക് മാക്സിമം വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ കാണേണ്ടത് എന്താണ്? K2 ഇൻറ്റു E0 ആണ് കാണേണ്ടത്. ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? K2 തന്നെയാണ് നമ്മളെ ടേൺ ഓവർ നമ്പറും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എങ്ങനെയാ ചെയ്യുന്നത് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആൻസർ ചെയ്യുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The transmittance of an alcoholic solution of certain compound at 500 nanometer is 1% in a 1 centimeter cell and its absorbance is. ഇപ്പൊ ട്രാൻസ്മിറ്റൻസ് തന്നിട്ടുണ്ട്, അബ്സോർബൻസ് ആണ് കണ്ടത്. ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നോക്കാണ്ട് ചെയ്യട്ടോ. എങ്ങനെ കാണും? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ട്രാൻസ്മിറ്റൻസ് തന്നാല് അബ്സോർബൻസ് കാണാൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ട്രാൻസ്മിറ്റൻസും അബ്സോർബൻസും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഫോട്ടോ കെമിസ്ട്രിയിൽ ബിയർ-ലംബാർഡ്സ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിലെന്തായിരുന്നു? നമ്മൾ എന്തൊക്കെ അറിയണം? അബ്സോർബൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അബ്സോർബൻസിന്റെ വേറൊരു പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? അബ്സിലോൺ CL ആണ്. അബ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ അബ്സോർപ്റ്റിവിറ്റി കോയിഫിഷ്യന്റ്, സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, എൽ എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത്. അപ്പൊ അബ്സോർബൻസ് കാണാം അബ്സിലോൺ CL. ദെൻ ട്രാൻസ്മിറ്റൻസ് എങ്ങനെ കാണാം? ട്രാൻസ്മിറ്റൻസ് ഈസ് ഈക്വൽ ടു
ലോഗ് ഇല്ല. ട്രാൻസ്മിറ്റൻസ് എങ്ങനെ കാണും? I/I0. I എന്ന് പറഞ്ഞാല് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി. I0 എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ. ഇപ്പം നമ്മളൊരു ഒരു എൽ സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ക്യുവറ്റിൽ നമ്മളെ സൊല്യൂഷൻ എടുത്തെടുക്കാൻ നമ്മൾ സബ്സ്റ്റൻസ് എടുത്താണ്. അപ്പൊ അതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണ്. അപ്പം നമ്മളെ സൊല്യൂഷനിൽ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ലൈറ്റിന്റെ സം പാർട്ട് അബ്സോർബ് ചെയ്യും, ദെൻ ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? I0നേക്കാളും കുറവായിരിക്കും. കാരണം സംതിങ് എമൗണ്ട് എന്താണ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I ആണ്. ഇപ്പൊ എന്തായാലും I എന്ന് പറയുന്നത് I0നേക്കാളും ലെസ് ദാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിറ്റൻസ് എങ്ങനെ കാണും? I/I0. ദെൻ ട്രാൻസ്മിറ്റൻസും അബ്സോർബൻസും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? അബ്സോർബൻസ് കാണാൻ എങ്ങനെയാണ്? ലോഗ് I0/I ലോഗ് I0/I എന്ന് വെച്ചാൽ ഈക്വൽ ടു ലോഗ് 1/T അല്ലേ? ട്രാൻസ്മിറ്റൻസ് I/I0 ആണ്. അബ്സോർബൻസ് കാണാൻ ലോഗ് I0/I ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 1/T എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ലോഗ് T എന്ന് എഴുതാം അല്ലെ? മൈനസ് ലോഗ് T. അപ്പൊ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മൈനസ് ലോഗ് T ആണ്. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് T അല്ലെങ്കിൽ ലോഗ് 1/T. then അബ്സോർബൻസ് കാണാനുള്ള ഈ ബിയർ-ലംബാർഡ്സ് ലോ വെച്ചിട്ടുള്ള ഇക്വേഷനും ഓർത്ത് വെക്കുക. A ഈക്വൽ ടു അപ്സിലോൺ CL. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ട്രാൻസ്മിറ്റൻസ് തന്നിട്ടുണ്ട്, 1% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അബ്സോർബൻസ് കാണണം. ഇപ്പൊ എന്താണ്? ട്രാൻസ്മിറ്റൻസ് 1% എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 ആണ് അല്ലെ? 1/100 എന്ന് പറഞ്ഞാല് 0.01. അപ്പൊ ട്രാൻസ്മിറ്റൻസ് കിട്ടി. അബ്സോർബൻസ് എങ്ങനെ കാണും? A ഈക്വൽ ടു ലോഗ് 1/T. എന്ത് വരും? ലോഗ് 1/0.01 വരും. ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് 1/0.01 എന്ന് പറഞ്ഞാൽ ലോഗ് 100 ഈക്വൽ ആണ് അല്ലെ? ഈക്വൽ ടു ലോഗ് 100 വരും. ഇപ്പൊ ലോഗ് 100 ചെയ്താൽ എത്ര വരും? 2 വരും. ഇപ്പൊ അബ്സോർബൻസിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് വരാം. ഇപ്പൊ ട്രാൻസ്മിറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അബ്സോർബൻസ് കാണാൻ അറിയണം, എളുപ്പമാണ്. ട്രാൻസ്മിറ്റൻസ് അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? ലോഗ് 1/T വരും. അത് വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1% എന്ന് പറയുമ്പോൾ അറിയേണ്ടത് എന്താണ്? ട്രാൻസ്മിറ്റൻസ് 1/100 ആണ്, അല്ലെങ്കിൽ 0.01 ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ഗിവൺ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇപ്പൊ റിയാക്ഷന്റെ ഓർഡർ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡർ ആണ് പറഞ്ഞിട്ടുണ്ട്. then the reactant reduces to 1/4 of its initial value in 10 minutes and the rate constant of the reaction is. റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും ആൻസർ വരാം? ആൻസർ ഏതായിരിക്കും വരെ? ചെയ്ത് നോക്കൂ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ലോ എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത്? കൈനറ്റിക്സിൽ ഒരു റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ലോ എങ്ങനെയായിരുന്നു വരാം? Concentration of A equal to concentration of A0 into e raised to minus KT. ഇങ്ങനെ വരും അല്ലെ? എന്ന് വെച്ചാല് വേറൊരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? T is equal to 2.303 divided by K into log A0 by A. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ? T is equal to 2.303 divided by K log A0 by A, അല്ലെങ്കിൽ K is equal to 2.303 divided by T log A0 by A. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, then A എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ടൈം റിമൈനിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ. ദെൻ ഹാഫ് ലൈഫ് എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? അപ്പൊ ടി ഓഫ് എങ്ങനെയായിരുന്നു കാണുക? 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. 0.693 ഡിവൈഡഡ് ബൈ കെ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? എ ഗീവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ റേറ്റ് ലോ വെച്ചിട്ട് റേറ്റ് എന്ത് വരും? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ വരും. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ടി ഓഫ് എങ്ങനെ കാണും? 0.693 ബൈ കെ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കണം. എ ഈക്വൽ ടു A0 e റേസ് ടു മൈനസ് KT, അല്ലെങ്കിൽ ടി ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് A0 ബൈ എ. ദെൻ ടി ഓഫ് കാണാനുള്ള ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ കെ. എന്തിന്റെ കേസിലാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ. ഇപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും സീറോ ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് ലോ ഓർത്ത് വെക്കണം. അതിന്റെ ടി ഓഫ് എങ്ങനെയാ കാണാന്ന്. പിന്നെ nth ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം പറഞ്ഞത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. കുറെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ എത്രയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കാണേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. റേറ്റ് കോൺസ്റ്റന്റ് ആണ്, കെ ആണ് കാണേണ്ടത്. എത്ര ഒരു ആൻസർ? ചെയ്തിട്ട് പറയൂ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ലോ എന്ത് വരും? കെ ഇസ് ഈക്വൽ ടു 2.303 divided by T log A0 by A. 2.303 divided by T log A0 by A. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് കെ കാണാനാണ് പറഞ്ഞത്. എന്ത് വരും ആൻസർ? കെ കാണണം. അപ്പൊ 2.303 ഡിവൈഡഡ് ബൈ ടൈം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 10 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 മിനിറ്റ് ഇൻറ്റു ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 തന്നെ എടുക്കുകയാണ്. ദെൻ ടൈം 10 മിനിറ്റ്, ആഫ്റ്റർ 10 മിനിറ്റ് റിമൈനിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷനെയാണ് എ. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? റെഡ്യൂസസ് ടു 1/4 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇനീഷ്യൽ ഉള്ള കോൺസെൻട്രേഷന്റെ 10 മിനിറ്റ്സിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ളത് അതിന്റെ 1/4 ആണ്. അപ്പൊ എന്ത് വരും? എക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/4 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇത്രയാണല്ലേ റിമൈനിങ് ആയിട്ടുള്ളത്? 1/4 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ A0 ക്യാൻസൽ ആയി. അപ്പൊ എന്ത് വരും? 2.303 ഡിവൈഡഡ് ബൈ 10 ലോഗ്
1/1/4 എന്ന് വരും. അപ്പൊ 1/1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് 4 ആണ്. അപ്പൊ 2.303 ഡിവൈഡഡ് ബൈ 10 ലോഗ് 4 എന്ന് വരും. ലോഗ് 4ന്റെ വാല്യൂ എത്രയാ? ലോഗ് 1 to 10 വാല്യൂ ഓർത്ത് വെക്കണേ. ലോഗ് 4ന്റെ വാല്യൂ 0.602 ആണ്. ഓപ്ഷൻ സി ആണോ വരാ? ഓപ്ഷൻ എ ആണോ വരാ? അതും കൂടി ശ്രദ്ധിക്കണം. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കൂടി ശ്രദ്ധിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അതെ, എ ആണ് ആൻസർ വരാം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ലോഗ് 4ന്റെ വാല്യൂ 0.602 ആണ്. ഓക്കെ, നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ 0.1386 എന്ന് വരും. ഇനി 0.1386 വരുന്ന ഓപ്ഷൻ സിയിലും അതാണ് വരുന്നത്, ഓപ്ഷൻ എയും അതാണ് വരുന്നത്. അപ്പൊ നമുക്ക് യൂണിറ്റ് നോക്കണം. അപ്പൊ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എങ്ങനെയാണ് കാണാ? മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ടൈം ഇൻവേഴ്സ്. ഇവിടെ സെക്കൻഡ് ആണ്, ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് മിനിറ്റ് ടൈമിന്റെ യൂണിറ്റ് എന്താണോ അത് ഇൻവേഴ്സ് വരും. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ്, ഓർഡർ ഓഫ് ദ റേറ്റ് ആണ്. സോറി, റിയാക്ഷന്റെ ഓർഡർ ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എന്നിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മോൾ റേസ് ടു 0 എന്ന് വരും, ലിറ്റർ റേസ് ടു 0 എന്ന് വരും. അപ്പൊ സെക്കൻഡ് ഇൻവേഴ്സിന് മാത്രം വരും അല്ലെ. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് എന്താണോ അതിന്റെ ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ ടൈം എടുത്ത് എന്താണ്? 10 മിനിറ്റിലാണ്. അപ്പൊ മിനിറ്റ് ഇൻവേഴ്സിന് വരും. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കൂടി നോക്കണം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. The half-life for hydrolysis of an ester varies with the initial concentration of the reactant as follow. The order of the reactions. അപ്പോൾ ഒരു റിയാക്ഷന്റെ ടി ഹാഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 ആകുമ്പോൾ ടി ഹാഫ് 214 ആണ്. അത് 4 ആകുമ്പോൾ 300 ആണ്. 3 ആകുമ്പോൾ 400 ആണ്. അപ്പൊ റിയാക്ഷന്റെ റേറ്റ് ആണ് കാണാൻ പറഞ്ഞത്. എങ്ങനെ കാണും? എങ്ങനെ കാണും? ഇപ്പൊ ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും ഇപ്പൊ ഞാനൊരു കൺസിഡർ ചെയ്യുന്നത് nth ഓർഡർ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. nth ഓർഡർ റിയാക്ഷൻ ആണ്. ഒരു nth ഓർഡർ റിയാക്ഷന്റെ എന്തൊക്കെ നമുക്ക് അറിയണം? റേറ്റ് എങ്ങനെ കാണും? അല്ലെങ്കിൽ nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ലോ എന്താണ്? KT is equal to 1 by a raised to n minus 1 minus 1 by a0 raised to n minus 1. ഒരു nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ വരും? KT is equal to 1 by a raised to n minus 1 minus 1 by a0 raised to n minus 1. അതിന്റെ ടി ഹാഫ് എങ്ങനെ വരും? ഒരു nth ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2 raised to n minus 1 divided by n minus 1 into k a0 raised to n minus 1. ഇത് ഓർത്തെക്കാൻ പറ്റിയില്ലെങ്കിലും ഓർത്തെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു റിയാക്ഷന്റെയും ടി ഹാഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്ന എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n മൈനസ് 1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ഓർത്ത് വെക്കണം. ഏതൊരു റിയാക്ഷന്റെയും ടി ഹാഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a0 റേസ് ടു n മൈനസ് 1. a0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പം
ഇപ്പൊ ഏതൊരു റിയാക്ഷന്റെയും ടി ഹാഫ് എന്തിന് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്? A0 raised to n-1 ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പം സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഈ എന്നിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A0 raised to -1 വരും. അപ്പൊ 1/A0 raised to -1 എന്ന് പറഞ്ഞാൽ A0 തന്നെ വരും. എന്ന് വെച്ചാൽ ടി ഹാഫ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 എന്ന് വരും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 വരും. എന്ന് വെച്ചാൽ ടി ഹാഫ് ഇൻഡിപെൻഡന്റ് ഓഫ് A0 ആണ്. ദെൻ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്ത് വരും? ടി ഹാഫ് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു A0 എന്ന് വരും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ് ഏതൊരു റിയാക്ഷന്റും അല്ലെങ്കിൽ ഒരു nth ഓർഡർ റിയാക്ഷനിൽ ടി ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു -1. അപ്പൊ ടി ഹാഫ് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു -1. അത് ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. എങ്ങനെ വരും? ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ടില്ലെങ്കിൽ. ടി ഹാഫ് തന്നിട്ടുണ്ട്. അത് എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ് കാണാൻ, സോറി, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ചെയ്യും? ഇപ്പൊ ടി ഹാഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു A0 raised to n-1 ആണ്. അത് നമ്മൾ പറഞ്ഞു ഏതൊരു റിയാക്ഷനിലും ടി ഹാഫ് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു A0 raised to -1 n-1. അപ്പൊ എങ്ങനെ ഇതാ നമുക്ക് ടി ഹാഫ് 1 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 ചെയ്താൽ എന്ത് വരും? A0 അല്ലെങ്കിൽ A1 കൊടുക്കാണ് n-1 ഡിവൈഡഡ് ബൈ A raised to, സോറി ഒരു സെക്കൻഡ്, ടി ഹാഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 ആണ്. ഞാൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ടി ഹാഫ് 1 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാം? A2 ഡിവൈഡഡ് ബൈ A1 ഓൾ റേസ് ടു n-1 എഴുതിക്കൂടെ? ടി ഹാഫ് 1 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 എന്ന് പറയുന്നത് A2 ഡിവൈഡഡ് ബൈ A1 റേസ് ടു n-1 എഴുതിക്കൂടെ? ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ ഡിഫറെന്റ് ടി ഹാഫ് അല്ല, ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെന്റ് ടി ഹാഫ് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഫസ്റ്റിലത്തെ ടി ഹാഫ് 240 എടുക്കുന്ന വിചാരിക്കും. അപ്പൊ 240 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടി ഹാഫ് 300 ഈസ് ഈക്വൽ ടു, പിന്നെ A2 ആണ്. അപ്പൊ A2 എന്ന് പറഞ്ഞാൽ 300-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര വരും? 4 വരും. ഡിവൈഡഡ് ബൈ 240-ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓൾ റേസ് ടു n-1 വരും. അപ്പൊ 240 ഡിവൈഡഡ് ബൈ 300 ഈസ് ഈക്വൽ ടു 4/5 ഓൾ റേസ് ടു n-1 വരും. അപ്പൊ എനിക്ക് n-1ന്റെ വാല്യൂ കണ്ടൂടെ? എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ലോഗ് 240 ഡിവൈഡഡ് ബൈ 300, സോറി ലോഗ് അല്ല, ln 240 ഡിവൈഡഡ് ബൈ 300 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? n-1 ഇൻറ്റു ln 4/5 എന്ന് എഴുതല്ലേ? ln 240 ഡിവൈഡഡ് ബൈ 300 എന്നുള്ള എനിക്ക് എന്ത് എഴുതാൻ പറ്റും? n-1 ln 4/5 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് n-1 കണ്ടൂടെ? n-1 കിട്ടി എനിക്ക് എന്തും കിട്ടും? ഓർഡർ ഓഫ് ദ റിയാക്ഷനും കിട്ടും. എന്തായിരിക്കും ആൻസർ വരാ? ചെയ്ത് നോക്കിയേ.
സിമ്പിൾ അല്ലേ? 240 ഡിവൈഡഡ് ബൈ 300 എനിക്ക് എന്ത് ചെയ്താം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ln ഇതൊക്കെ 240 ഡിവൈഡ് ബൈ 300 എനിക്ക് എന്ത് ചെയ്താം? 4/5 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ln 4/5 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു ln 4/5 എന്ന് വരും. എന്ന് വെച്ചാല് n-1 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. എന്ന് വെച്ചാൽ n ഈക്വൽ ടു ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 + 1 2 എന്ന് വരും. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരാം. ഓർക്കേണ്ട ഇത്രയും കാര്യമാണ്. ഡിഫറെന്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ഹാഫും തരുമ്പോൾ നമുക്ക് ഓർക്കേണ്ടി എന്താണ്? ടി ഹാഫ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടി ഹാഫ് 1 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? A2 ഡിവൈഡഡ് ബൈ A1 റേസ് ടു n-1 ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് n-1 വാല്യൂ കാണാൻ പറ്റും. അപ്പൊ n-1 ഈക്വൽ ടു 1 കിട്ടിയാൽ n ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ പറയണേ. ഞാൻ അത് നോമ്പ് തുറന്ന പാട് വന്നിരിക്കുന്നതും കൊണ്ട് എൻ്റെതായ കുറച്ചൊരു ഇതുണ്ടാവും, ഒരു ലാഗ് ഉണ്ടാവും. അപ്പം എന്തായാലും എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ പറയാം. മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പറയണോ എന്താന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്താണ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ വെച്ചാൽ ഇങ്ങനെ ആണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യാന്ന് എന്താ പറയുക, ഓരോ ക്വസ്റ്റ്യൻസിനോട് നമുക്ക് ഫെമിലിയർ ആയാൽ പിന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ ആണെങ്കിൽ 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ തേർഡ് ഓർഡർ റിയാക്ഷൻ obeys the Arrhenius equation. The SI unit of the pre-exponential factor. ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. എന്തായിരിക്കും ആൻസർ വരിക? ഒരു പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചത്. ഓർഡർ തന്നിട്ടുണ്ട്, തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ആൻസർ വരാം? ചെയ്തിട്ട് പറയൂ, ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം അറേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? K is equal to A e raised to minus EA divided by RT. ഇതാണല്ലേ അറേനിയസ് ഇക്വേഷൻ. അപ്പൊ അറേനിയസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എ ആണല്ലേ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ആ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ യൂണിറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇ റേസ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ലെസ് ആണ്. യൂണിറ്റ് എക്സ്പോണൻഷ്യൽ സംതിങ് എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് ലെസ് ആണ്, അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു ഇക്വേഷൻ ആകുമ്പോൾ ഈ ടേമിന് ഇ റേസ് ടു പവർ എന്ന് പറയുന്ന ടേമിന് യൂണിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ കെന്റെ യൂണിറ്റ് എന്താണോ, യൂണിറ്റ് ഓഫ് കെ എന്താണോ അത് തന്നെയാണ് എന്തിന്റെ യൂണിറ്റും? പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ യൂണിറ്റും. ഇപ്പൊ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഓഫ് എ ആണ്. എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റിന് ഈക്വൽ ആണ്. അപ്പൊ എന്റെ യൂണിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടാൽ മതി. അപ്പൊ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് N3 ആണ്. അപ്പം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അതായിരിക്കും എന്റെ യൂണിറ്റ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരാം? ഏതായിരിക്കും ആൻസർ വരാം? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരാം.
എങ്ങനെ വരും? കെന്റെ യൂണിറ്റ് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. എന്നിന്റെ വാല്യൂ 3 ആണെന്നറിയാം. അപ്പൊ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോൾ റേസ് ടു 1 മൈനസ് 3, ലിറ്റർ റേസ് ടു 3 മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സിന് വരും. എന്ന് വെച്ചാൽ മോൾ റേസ് ടു മൈനസ് 2, ലിറ്റർ റേസ് ടു 2 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കിട്ടി. അത് തന്നെയായിരിക്കും എന്റെ യൂണിറ്റും. അപ്പോ ഓപ്ഷൻ ഓക്കെ, ഇവിടെ 3 അല്ല, ഇവിടെ 2 ആയിരിക്കും കേട്ടോ വരാം. ഓപ്ഷൻ ബിയില് ലിറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സിന് വരും. ലിറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടെ ലിറ്റർ സ്ക്വയർ എന്നാണ് വരാം. ലിറ്റർ സ്ക്വയർ ആണ്. ലിറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ലിറ്റർ സ്ക്വയർ ആകുമ്പോൾ ഓപ്ഷൻ ബി. ഓർക്കണ്ടേ എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ ഓർഡർ അനുസരിച്ച് കെന്റെ യൂണിറ്റ് കാണാൻ അറിയണം. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ നോക്കേ. For a reaction with an activation energy of 49.8 kilojoule per mole, the ratio of the rate constant at 600 Kelvin and 300 Kelvin. അപ്പോൾ എന്താണ് കാണേണ്ടത്? ഇതാണ് കാണേണ്ടത്. rate constant of reaction at 600 Kelvin divided by rate constant at 300 Kelvin. ആ റേഷ്യോ ആണ് കാണേണ്ടത്. ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ln10, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 10 പ്ലസ് ഇ, ഓപ്ഷൻ ഡി ഇ റേസ് ടു 10. എങ്ങനെ ചെയ്യും? അപ്പം ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട എന്താണ്? അറീനിയസ് ഇക്വേഷൻ ആണല്ലേ. നമുക്ക് ആക്ടിവേഷൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ആകെ അറിയുന്ന ഇക്വേഷൻ എന്താണ്? അറീനിയസ് ഇക്വേഷൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യും? അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറയുമ്പോൾ അല്ലെ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്? അപ്പൊ അറീനിയസ് ഇക്വേഷൻ നമുക്കറിയാം. കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി. ഇതാണ് അറീനിയസ് ഇക്വേഷൻ. ഇതിൽ ഇ എന്ന് പറയുന്ന ആക്ടിവേഷൻ എനർജി ആണ്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ln k ചെയ്യുമ്പോൾ എന്ത് വരും? ln k എന്ന് പറഞ്ഞാൽ എന്ത് വരും? ln a. പിന്നെ ഇയും ln ക്യാൻസൽ ആയി പോയാൽ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് വരും. ln k ഈസ് ഈക്വൽ ടു ln a മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി. അപ്പം എന്ത്? y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയില് ln k വേഴ്സസ് 1/t ഗ്രാഫ് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. ദെൻ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ln a ആയിരിക്കും. y ഇന്റർസെപ്റ്റ് ln a ആയിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. പിന്നെ എന്താണ് അറിയേണ്ടത്? രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് തന്നാൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും എന്ന് വെച്ചാൽ ln k1 ഡിവൈഡഡ് ബൈ ln ഓഫ് k1 ഡിവൈഡഡ് ബൈ k2 ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇ എ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു T2 മൈനസ് T1
divided by T1 T2. ln K1 divided by K2 is equal to EA divided by R into T2 minus T1 divided by T1 T2. അപ്പൊ അറീനിയസ് ഇക്വേഷനിൽ നമ്മൾ ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അറീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? K ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി ആണ്. അപ്പൊ എൽ എൻ കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എൽ എൻ എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് വരും. അപ്പം എന്താണ്? എൽ എൻ കെ വേഴ്സസ് 1/t ഗ്രാഫ് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നാൽ അത് ആക്ടിവേഷൻ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എൽ എൻ കെ വൺ ഡിവൈഡഡ് ബൈ കെ ടു ഇസ് ഈക്വൽ ടു ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി വൺ ടി ടു. ഇത്രയും കാര്യങ്ങളാണ് അറീനിയസ് ഇക്വേഷനിൽ അറിയേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമുക്ക് രണ്ട് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് എങ്ങനെ ചെയ്യും? ഒന്ന് ഞാൻ പറഞ്ഞു, രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റും അറീനിയസ് ഇക്വേഷനായിട്ട് നമുക്ക് അറീനിയസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എൽ എൻ K1 divided by K2 is equal to EA divided by R into T2 minus T1 divided by T1 T2. ഇവിടെ K1 എന്ന് പറയുന്നത് 600 ആണ്. സോറി, ln K1 അല്ല, ln K2 divided by K1. ln K2 divided by K1 is equal to EA divided by R T2 minus T1 divided by T1 T2. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ln K2 divided by K1 is equal to EA divided by R T2 minus T1 divided by T1 T2. ഇതിൽ K2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? K600 ആണ്. അതായത് 600 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ്. K1 എന്ന് പറഞ്ഞാൽ 300 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ്. നമുക്ക് എങ്ങനെ എഴുതാം? ln K600 divided by K300 is equal to EA നമുക്ക് തന്നിട്ടുണ്ടല്ലേ 49.8 കിലോ ജൂൾ പെർ മോൾ ആണ്. പക്ഷെ നമുക്ക് ആറിന്റെ വാല്യൂ എന്തിലാണ്? ജൂളിലാണ്. അപ്പൊ എന്താക്കണം? ഈ കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ 49.8 ഇൻറ്റു 10⁻³ എന്ന് വരും അല്ലെ. അപ്പൊ ജൂൾ പെർ മോൾ ആവും. കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ 8.314 ഇൻറ്റു T2ന്റെ വാല്യൂ എത്രയാണ്? 600 മൈനസ് 300 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 300. ഇത് ചെയ്താൽ എന്ത് വരും? is equal to 49.8 into 10 cube divided by 8.314 into 600 minus 300 എന്ന് പറഞ്ഞാൽ 300 divided by 600 into 300 എന്ന് പറഞ്ഞാൽ 18 into 10⁻⁴ എന്ന് വരും അല്ലേ. ഇത് ചെയ്താൽ എന്ത് വരും? എന്തായിരിക്കും ആൻസർ? ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ചെയ്ത് നോക്കിട്ട് പറയും. ഓർക്കേണ്ട എന്താണ്? അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ റേഷ്യോ എങ്ങനെ കാണും? ln K2 divided by K1 is equal to EA by R into T2 minus T1 divided by T1 T2. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും ആൻസർ? ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? പറയും. ചെയ്ത് നോക്ക്.
ഓപ്ഷൻ ഏതായിരിക്കും? ഇത് ചെയ്താൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ 10 എന്നാണ് വരിക. 10 വരും. അപ്പൊ ln k 600 ഡിവൈഡഡ് ബൈ k 300 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? നമുക്ക് ln k ബൈ k2 ബൈ k1 ആണ് കിട്ടിയത്. നമുക്ക് കാണേണ്ടത് k2 ഡിവൈഡഡ് ബൈ k1 ആണ്. അപ്പൊ എന്ത് വരും ആൻസർ? യെസ്, ln വാല്യൂ 10 ആണെങ്കിൽ k2 ഡിവൈഡഡ് ബൈ k1 അല്ലെങ്കിൽ k600 ഡിവൈഡഡ് ബൈ k300 എന്ത് വരും? e⁻10 വരും അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. അപ്പൊ അറേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അറിയേണ്ടത് k is equal to a e−ea/rt. അപ്പോൾ ln k2 ഡിവൈഡഡ് ബൈ k1 എന്ന് പറഞ്ഞാൽ ea/r ഇൻറ്റു t2 മൈനസ് t1 ഡിവൈഡഡ് ബൈ t1 t2. അപ്പം ഓക്കെ ആണോ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത 6 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ. എന്നാല് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given that E0 for Fe3 plus bar Fe. ഇപ്പോൾ Fe3 പ്ലസ് Fe ആയിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ദെൻ Fe2 പ്ലസ് Fe ആകുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. നമുക്കിനി എന്താണ് കാണേണ്ടത്? Fe3 പ്ലസ് Fe2 പ്ലസ് ആകുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. എങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം തന്നത് എന്താണ്? Fe3 പ്ലസ് Fe ആണത് എന്ന് വെച്ചാല് Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ഗിവ്സ് Fe. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അത് ഞാൻ E1 കൊടുക്കാണ്. ഇപ്പൊ E1 എത്രയാണ് തന്നത്? -0.04 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ് തന്നത്? Fe2 പ്ലസ് Fe ആകുന്നത്. അപ്പൊ Fe2 പ്ലസ് 2 ഇലക്ട്രോണ് ഗിവ്സ് Fe. അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഞാൻ E2 എന്ന് കൊടുക്കാണ്. അപ്പൊ E2 തന്നിട്ടുണ്ട് -0.44. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? Fe3 പ്ലസ് Fe2 പ്ലസ് ആകുന്ന റിയാക്ഷന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇപ്പൊ Fe3 പ്ലസ് 1 ഇലക്ട്രോൺ ആണ് അല്ലെ Fe2 പ്ലസ് ആകുമ്പോ ഗിവ്സ് Fe2 പ്ലസ്. ഈ റിയാക്ഷന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതിന് ഞാൻ E3 എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പോൾ E3 ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കാണും? അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മളുടെ റിയാക്ഷൻ ഇതാണ്. നമുക്ക് കാണേണ്ട റിയാക്ഷന്റെ ഏത് റിയാക്ഷന്റെ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണേണ്ടത്, ആ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുള്ള 2 റിയാക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് എത്താൻ നോക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് Fe ആണ്. ഇവിടെ Fe2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Fe ആണ്. അപ്പൊ ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടണം. അത് എങ്ങനെ ചെയ്താലാണ് കിട്ടാൻ നോക്കാം. അപ്പം Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് Fe2 പ്ലസ് എങ്ങനെ കിട്ടും? ഈ ഫസ്റ്റ് റിയാക്ഷൻ മൈനസ് സെക്കൻഡ് റിയാക്ഷൻ ചെയ്താലോ? കാര്യമില്ലല്ലേ. ഫസ്റ്റ് റിയാക്ഷൻ പ്ലസ് സെക്കൻഡ് റിയാക്ഷൻ ചെയ്താൽ എന്ത് വരും? Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് Fe. ദെൻ Fe2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Fe. അത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ റിയാക്ഷനിലേക്ക് എത്തണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് സൈഡിലാണ് Fe2 പ്ലസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ Fe2 പ്ലസിനെ പ്രൊഡക്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ റിയാക്ഷന്റെ റിവേഴ്സ് എടുത്താൽ ഇപ്പൊ Fe ഗിവിംഗ് അയൺ ഗിവ്സ് അയൺ 2 പ്ലസ് 2 ഇലക്ട്രോൺ. എങ്ങനെ ഇതല്ലേ? അപ്പൊ ഈ റിയാക്ഷന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഞാൻ E2 ഡാഷ് എന്ന് കൊടുക്കാന്ന് വിചാരിക്കും. അത് എത്ര വരും? ഇത് -0.044 ആണെങ്കിൽ ഇത്
0.04 അല്ലെങ്കിൽ 0.44 എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷനും വെച്ചിട്ട് എനിക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടൂലേ? എങ്ങനെ വരും? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ? രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ? നോക്കാം, ഞാൻ ഒന്നുകൂടി പറയാം. തന്നിട്ടുള്ളത് ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇതൊക്കെയാണ്. Fe3++ 3 ഇലക്ട്രോൺ ഗിവ്സ് Fe. ഇതിന് E1 ഈസ് ഈക്വൽ ടു -0.04. Then Fe2++ 2 ഇലക്ട്രോൺ ഗിവ്സ് Fe. അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.44. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? Fe3++ ഇലക്ട്രോൺ ഗിവ്സ് Fe2+ ആണ്. അത് E3 എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ E3 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം E3 കിട്ടുന്ന റിയാക്ഷൻ E1ഉം E2ഉം വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. എങ്ങനെ കിട്ടും? ഇപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷന്റെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? Fe gives Fe2++ 2 ഇലക്ട്രോൺ. അതിന്റെ E2' എന്ത് വരും? +0.44 എന്ന് വരും അല്ലെ? അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനും ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാണ്. സെക്കൻഡ് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാണേണ്ട ഇക്വേഷൻ കിട്ടിയില്ലേ? നോക്കൂ, Fe2++ 3 ഇലക്ട്രോൺ പ്ലസ് Fe gives Fe plus Fe2++ 2 ഇലക്ട്രോൺ വരും. അത് 3 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ക്യാൻസൽ ആയി 1 ഇലക്ട്രോൺ വരും. ഇവിടെ Fe ക്യാൻസൽ ആയി നമുക്ക് കാണണ്ടേ ഇത് വരൂലേ? അപ്പൊ എങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ കാണണം. ഈ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു EMF ഓഫ് ദ സെൽ എന്ന് പറയുന്നത് എന്താണ്? അഡിറ്റീവ് അല്ല. അത് നമുക്ക് ഈ രണ്ട് റിയാക്ഷൻ ചേർന്ന് മൂന്നാമത്തെ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ രണ്ട് റിയാക്ഷന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ റിയാക്ഷന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ പറ്റില്ല. പകരം ആ റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കാണാം. എന്നിട്ട് ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ട് എന്ത് കാണാം? ഇക്വേഷൻ എങ്ങനെയാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് കാണേണ്ട റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കാണാം. എന്നിട്ട് അതിനെ EMF-ലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലാണ്ട് EMF ഡയറക്ട്ലി ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ കഴിയില്ല. അതിന് പകരം ഗിബ്സ് ഫ്രീ എനർജി കാണണം, എന്നിട്ട് ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് റിയാക്ഷൻ എന്ന് കൊടുക്കാണ്. അതിന്റെ ഗിബ്സ് ഫ്രീ എനർജി കാണാം. ഇപ്പൊ ΔG1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ΔG1 എങ്ങനെ കാണാം? -NF E-cell എന്ന് വെച്ച് കാണാം. എന്ന് വെച്ചാല് -N എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ -3 F-ന് F തന്നെ കൊടുക്കാണ് ഇപ്പൊ ഇൻറ്റു E-cell എത്രയാണ്? -0.04. അത് എത്ര വരും? 3 × 4 12 ആണ്. അപ്പൊ മൈനസും ക്യാൻസൽ ആവും. അപ്പൊ 0.12 F എന്ന് വരും അല്ലെ? 0.12 F എന്ന് വരും. അപ്പൊ ഫസ്റ്റ് റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കണ്ടു. അതുപോലെ സെക്കൻഡ് റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കാണാം. എന്ത് വരും? സെക്കൻഡ് റിയാക്ഷൻ, ഈ റിയാക്ഷൻ ആണ് സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് കാണേണ്ടത് ഏതാണോ അത് വെച്ചിട്ട് ഉള്ള റിയാക്ഷന്റെ നോക്കാം. ഇപ്പൊ ΔG2 കാണണം ഈക്വൽ ടു -NF E-cell കൊടുക്കുമ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പൊ -2F ഇൻറ്റു E-cell എത്ര വരും? നമ്മളെ ക്വസ്റ്റ്യനിൽ -0.44 ആണ്. പക്ഷെ നമുക്ക് ഈ റിയാക്ഷന്റെ റിവേഴ്സ് റിയാക്ഷൻ എടുത്തപ്പോൾ എന്ത് കിട്ടി? 0.44 എന്ന് വരും. അപ്പൊ ഇൻറ്റു 0.44 വരും. അപ്പൊ എത്ര വരും? -0.88F എന്ന് വരും.
അപ്പൊ സെക്കൻഡ് റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജിയും കിട്ടി. ഇനി നമുക്ക് കാണ്ടിയ റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി എങ്ങനെ കാണാം? മൂന്നാമത്തെ റിയാക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒന്നാമത്തെ രണ്ടാമത്തെ റിയാക്ഷനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടുന്നത്. അപ്പം മൂന്നാമത്തെ ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ G1 പ്ലസ് ഡെൽറ്റ G2 എന്ന് എഴുതാം. എന്ന് വെച്ചാല് -0.88F പ്ലസ് 0.12 എന്ന് വരും. 12F. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 0.12F മൈനസ് 0.88F ചെയ്താൽ എത്ര വരും? -0.76F എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് ഡെൽറ്റ ജിന്റെ വാല്യൂ കിട്ടി. അപ്പൊ -NF ഇ സെല്ല് കിട്ടി. -NF ഇ സെൽ നമുക്ക് ഇ ആണ് ഈ കാണേണ്ടത്. അത് ഈക്വൽ ടു -0.76F എന്ന് വെച്ചും. അപ്പൊ മൈനസും മൈനസും ക്യാൻസൽ ആയി, എഫും ക്യാൻസൽ ആവും. അപ്പൊ ഈ എന്നിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് കാണ്ടിയ റിയാക്ഷൻ ഏതായിരുന്നു? Fe3+ ഇലക്ട്രോൺ ഗിവ്സ് Fe ആണ്. സോറി, Fe2+ ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈ റിയാക്ഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോൺ എത്രയാണ്? 1 ആണ്. അപ്പൊ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ സെല്ലിന്റെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട E3ന്റെ വാല്യൂ എത്ര വരും? 0.76 വോൾട്ട് എന്ന് വരും അല്ലെ? 0.76 വോൾട്ട് എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 0.76 ആണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം 2 റിയാക്ഷൻ തന്നിട്ട് മൂന്നാമത്തെ റിയാക്ഷന്റെ ഈ സെല്ലാണ് കാണാൻ പറഞ്ഞത്. അപ്പം മൂന്നാമത്തെ റിയാക്ഷൻ ആദ്യത്തെ 2 റിയാക്ഷനും വെച്ചിട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കണം. അതിനനുസരിച്ച് ആദ്യത്തെ 2 റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കണ്ടിട്ട് മൂന്നാമത്തെ റിയാക്ഷന്റെയും ഗിബ്സ് ഫ്രീ എനർജി കാണാം. അല്ലാണ്ട് ഡയറക്റ്റ് EMF നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. EMF എന്താണ്? അഡിറ്റീവ് അല്ല, നോൺ അഡിറ്റീവ് ആണ്. പക്ഷേ ഗിബ്സ് ഫ്രീ എനർജി അഡിറ്റീവ് ആണ്, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണ്ടിയ റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി കാണാം. എന്നിട്ട് EMF -NF ഇ സെല്ല് വെച്ചിട്ട് EMF കാണാം. കുറച്ചൊന്ന് വെക്കാനുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് 0.76 ആണ് വന്നത്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് വരാം. ഓപ്ഷൻ എ 7 ഇവിടെ -0.76 എന്നുണ്ട്, അതല്ല, +0.76 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. അപ്പൊ ഓർക്കേണ്ടത് 2 റിയാക്ഷനും എഴുതാം, അതിനനുസരിച്ച് നമുക്ക് കാണ്ടിന്റെ റിയാക്ഷൻ എഴുതാം. എന്നിട്ട് ഈ 2 ഫസ്റ്റിൽ നമുക്ക് തന്നിട്ടുള്ള 2 റിയാക്ഷൻ വെച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് കാണാം. പ്ലസ് ചെയ്താലാണോ മൈനസ് ചെയ്താലാണോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് നമുക്ക് കിട്ടുന്നത് നോക്കാം. അതിനനുസരിച്ച് ഡെൽറ്റ ജിന്റെ വാല്യൂ കാണാം. 2 റിയാക്ഷന്റെയും ഡെൽറ്റ ജി -NF വെച്ചിട്ട് കാണാം. ദെൻ നമുക്ക് കാണ്ടിയ റിയാക്ഷന്റെ ഡെൽറ്റ ജിയും കാണാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ സെല്ല് കാണാം. അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്നാൽ ഓക്കെ ആണെങ്കിൽ. 8th ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഡിബേ-അക്കൽ ലിമിറ്റിംഗ് ലോ. ഏതാണ്? ഡിബേ-അക്കൽ ലിമിറ്റിംഗ് ലോ ആണ്, അതറിഞ്ഞിരിക്കണം. The mean activity coefficient of 5 into 10 raised to -4 ആണ്. 5 into 10 raised to -4 mole per kilogram aqueous solution of calcium chloride at 25 degrees Celsius. ഇപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കാൽസ്യം ക്ലോറൈഡിന്റെ മീൻ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് ആണ് കാണേണ്ടത്. അതിന്റെ എന്ത് തന്നിട്ടുണ്ട്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, മൊളാലിറ്റി തന്നിട്ടുണ്ട്. മോൾ പെർ കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? മൊളാലിറ്റി തന്നിട്ടുണ്ട്. 5 into 10 raised to -4 ആണ്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ എന്താണ് തന്നെ? ദ ഡിബേ-അക്കൽ കോൺസ്റ്റന്റ് എ ക്യാൻ ബി ടേക്കൺ ടു ബി 0.509. എന്റെ വാല്യൂ 0.509 ആണ് എടുക്കേണ്ടത്. എന്തായിരുന്നു ഡിബേ-അക്കൽ ലിമിറ്റിംഗ് ലോ?
എന്തായിരുന്നു ഡിബയാക്കൽ ലിമിറ്റിംഗ് ലോ? ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് എ z1 അല്ല z പ്ലസ് z മൈനസ് ഇൻറ്റു റൂട്ട് ഐ. ഇതാണ് ഡിബയാക്കൽ ലിമിറ്റിംഗ് ലോ പറയുന്നത്. ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് എ z പ്ലസ് z മൈനസ് റൂട്ട് ഐ. ഇവിടെ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് ആണ്. ദെൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? അയണിക് സ്ട്രെങ്ത് ആണ്. ദെൻ ഐ എങ്ങനെയായിരുന്നു കാണാം? ഐ ഈസ് ഈക്വൽ ടു 1/2 സിഗ്മ CI ZI സ്ക്വയർ. സി എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ ആണ്. അതിനനുസരിച്ച് എന്ത് കാണണം? കാൽസ്യം ക്ലോറൈഡിന്റെ മീൻ അയണിക് ആക്ടിവിറ്റി കാണണം. ഗാമ പ്ലസ് ഓർ മൈനസ് 1 കാണണം. ആദ്യം നമുക്ക് എന്ത് കാണാം? ഐന്റെ വാല്യൂ കാണണം. എന്നിട്ട് അത് വെച്ചിട്ട് ഡിബയാക്കൽ ലിമിറ്റിംഗ് ലോ വെച്ചിട്ട് ഗാമ പ്ലസ് ഓർ മൈനസ് 1 കാണണം. അതിൽ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് മൊളാലിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യും നോക്കാം. ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് എ z പ്ലസ് z മൈനസ് ഇൻറ്റു റൂട്ട് ഐ. അപ്പൊ ഐ എങ്ങനെ കാണും? ഐ ഈക്വൽ ടു സിഗ്മ CI ZI സ്ക്വയർ. സിഗ്മ CI ZI സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താണ്? കാൽസ്യം ക്ലോറൈഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ കാൽസ്യം ക്ലോറൈഡിന്റെ ഡിസോസിയേഷൻ എങ്ങനെയാണ് നടക്കുക? കാൽസ്യം ക്ലോറൈഡിന്റെ ഡിസോസിയേഷൻ എങ്ങനെ നടക്കും? Ca2 പ്ലസ് 2Cl മൈനസ് Ca2 പ്ലസ് 2Cl മൈനസ് വരും. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് കാൽസ്യം ക്ലോറൈഡിന്റെ 5 × 10⁻⁻⁴ എന്നാണ്. 5 × 10⁻⁻⁴ എന്നാണ്. അപ്പം കാൽസ്യം ക്ലോറൈഡ് ഡിസോസിയേഷൻ നടന്നിട്ട് Ca2 പ്ലസും 2Cl മൈനസും ആവും. അപ്പം എന്താവും? Ca2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്തെടുക്കാം? 5 × 10⁻⁻⁴ എന്ന് എടുക്കാം. ദെൻ Cl മൈനസിന്റെയോ 2Cl മൈനസ് ഉണ്ട് അല്ലേ? ഇപ്പൊ 2Cl മൈനസ് ഉള്ളതും 2 × 5 × 10⁻⁻⁴ എന്ന് വെച്ചാല് 2 × 5 × 10⁻⁻⁴ 10⁻⁴ ചെയ്താൽ എത്ര വരും? 1 × 10⁻³ എന്ന് വരും അല്ലെ? 2 × 5 × 10⁻⁴ ഇട്ടാൽ 1 × 10⁻³ എന്ന് വരും. ഇനി നമുക്ക് ഐ കാണണം. ഇപ്പൊ കോൺസെൻട്രേഷൻ കിട്ടി. അപ്പൊ ഐ കാണാം. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ CI ZI സ്ക്വയർ. സിഗ്മ CI ZI സ്ക്വയർ ആണ്. അപ്പം ഓരോ അയോൺസിന്റെയും കോൺസെൻട്രേഷനും 1/2 × സിഗ്മ CI ZI സ്ക്വയർ. അപ്പോൾ 1/2 ആദ്യം തന്നെ Ca2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ത് വരുന്നു? 5 × 10⁻⁴ ഇൻറ്റു കാൽസ്യം 2 പ്ലസിന്റെ Z വാല്യൂ 2 പ്ലസ് ആണല്ലേ? അപ്പോൾ Z വാല്യൂ 2 വരും. ഇപ്പൊ 2 സ്ക്വയർ 4 വരും. പ്ലസ് ഇനി Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ത് വന്നു? 2 × 5 × 10⁻⁴ എന്നുള്ളത് 1 × 10⁻³ എന്ന് വരും ചെയ്താൽ. ഇപ്പൊ 1 × 10⁻³ കോൺസെൻട്രേഷൻ ഇൻറ്റു Z സ്ക്വയർ. Ca പ്ലസ് ആണ്. അപ്പോ Z വാല്യൂ 1 ആണ്. 1 ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ ഇത് ചെയ്താല് നമുക്ക് 1/2 × 5 × 10⁻⁴ ഇൻറ്റു 4 പ്ലസ് 1 × 10⁻³ ഇൻറ്റു 1 ചെയ്താൽ എന്ത് വരും? ഇതിന്റെ ആൻസർ 12 ചെയ്ത് നോക്കാം. 5 × 10⁻⁴ വരും. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
12.5 ഇൻറ്റു 10⁻⁻⁴. അപ്പൊ നമുക്ക് ഐ വാല്യൂ കിട്ടി, അയണിക് സ്ട്രെങ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ വെച്ച് ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 മീൻ അയണിക് ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു -a z1 z പ്ലസ് z മൈനസ് ഇൻറ്റു √i. അപ്പൊ ഐന്റെ വാല്യൂ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് 0.509 ആണ് തന്നിട്ടുണ്ട്. അപ്പം -0.509 ഇൻറ്റു z പ്ലസ് CA2 പ്ലസ് ആണ്. അപ്പം z-ന്റെ വാല്യൂ 2 വരും. z മൈനസ് CL മൈനസ് ആണ്. അപ്പോൾ z മൈനസ് എന്ന് പറഞ്ഞാൽ 1 വരും. ഇനി √i, ഐന്റെ വാല്യൂ 12.5 ഇൻറ്റു 10⁻⁻⁴ അതിന്റെ റൂട്ട് വരും. ഇതെന്താണ് എഴുതുന്നത്? ലൈറ്റ് ആയി പോകുന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ -0.509 ഇൻറ്റു 2 ഇൻറ്റു √12.5 ഇൻറ്റു 10⁻⁻⁴ കിട്ടി. അതെന്താണ്? ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 അല്ലെങ്കിൽ മീൻ അയണിക് ആക്ടിവിറ്റി ആണ്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം? മീൻ അയണിക് ആക്ടിവിറ്റിന്റെ വാല്യൂ കാണാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ആൻസർ വരുന്നത് എന്താന്ന് വെച്ചാൽ 0.92 എന്നാണ് ആൻസർ വരുന്നത്. ചെയ്തു നോക്കാം. ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പൊ അറിയേണ്ടത് ഇത്രയും കാര്യമാണ്. മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക? എന്താണ് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ പറയുന്നത് ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് 1 ഈക്വൽ ടു -0.509 അല്ലെങ്കിൽ -a, ഇവിടെ എന്റെ വാല്യൂ തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് z പ്ലസ് z മൈനസ് ഇൻറ്റു √i ആണ്. ഇവിടെ ഗാമ എന്ന് പറഞ്ഞാലാണ് മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ്. അതാണ് കാണേണ്ടത്. അപ്പൊ അത് കാണണമെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കാണണം? ആദ്യം ഐന്റെ വാല്യൂ കാണാം. എന്ന് പറഞ്ഞാൽ അയണിക് സ്ട്രെങ്ത് കാണണം. ഇപ്പം കാൽസ്യം ക്ലോറൈഡിന്റെ ഡിസോസിയേഷൻ നോക്കുക. അത് വെച്ച് അയണിക് സ്ട്രെങ്ത് എങ്ങനെയാ കാണാം? I ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സിഗ്മ CI ZI². അത് വെച്ചിട്ട് 1/2 ഇൻറ്റു CA2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു CA2 പ്ലസിന്റെ Z വാല്യൂ എത്രയാണ്? 2 ആണ്. അതിന്റെ സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഐന്റെ വാല്യൂ കിട്ടും. അപ്പൊ √i കാണാം. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലോഗ് മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് കിട്ടും. അത് വെച്ചിട്ട് മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റിന്റെ വാല്യൂ കാണാൻ പറ്റും. അപ്പം 0.92 എന്ന് വരും. 0.92 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. ചെയ്തു നോക്കട്ടോ. ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ്ലി തന്നിട്ടുണ്ട്. അപ്പൊ മീൻ അയണിക് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അയണിക് സ്ട്രെങ്ത് എങ്ങനെയാണ് കാണാനും, അയണിക് സ്ട്രെങ്ത് മാത്രം കാണാനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The molar conductivities at infinite dilution ലാംഡ m0 തന്നിട്ടുണ്ട്. എന്തിന്റെ ഒക്കെ? Na2SO4, K2SO4, KCl and HCl and HCOO at 300 Kelvin. എല്ലാത്തിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഥനോയിക് ആസിഡിനെ ആണല്ലേ ഫോമിക് ആസിഡ് എന്ന് പറയാ. മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HCOOH. അപ്പൊ HCOHന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കാണേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na2SO4 തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 260 ആണ്. പിന്നെ K2SO4 തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 308 ആണ്.
ദെൻ KCl തന്നിട്ടുണ്ട്, അത് 150 ആണ്. ദെൻ HCl തന്നിട്ടുണ്ട്, അത് 426 ആണ്. ദെൻ HCOO തന്നിട്ടുണ്ട്, അത് 105 ആണ്. എല്ലാത്തിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഫോമിക് ആസിഡ് ആണ്. അപ്പൊ നമുക്കറിയാം എങ്ങനെ ചെയ്യും, കോൾറാഷ്യസ് ലോ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെ. കോൾറാഷ്യസ് ലോ എന്തായാലും പറഞ്ഞത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കാണാം, അതിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണും, അപ്പൊ HCOH എങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ എഴുതിയ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCOH, ഇതാണ് നമുക്ക് കാണേണ്ടത് ഫോമിക് ആസിഡിന്റെ. ഫോമിക് ആസിഡ് എങ്ങനെയൊക്കെ എനിക്ക് ഫോം ചെയ്യാം. ആദ്യം ഞാൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCOO എടുക്കാണ്. എടുത്തു. ഇനി H+ കൂടി വേണല്ലേ. അപ്പൊ H+ ഉള്ളത് ഏതാണുള്ളത്, HCl ആണുള്ളത് അല്ലെ. അപ്പൊ അതും കൂടി ആഡ് ചെയ്യാം, HCl. അപ്പൊ ഇത് ചെയ്താൽ എനിക്ക് എക്സ്ട്രാ എന്തൊക്കെ വന്നു, സോഡിയം വന്നു, Cl വന്നു. അപ്പൊ സോഡിയവും Cl ഉള്ളത് എനിക്ക് മൈനസ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യാം, മൈനസ് സോഡിയം ഇവിടെ 1 സോഡിയം ആണ്, പക്ഷെ എനിക്കുള്ള Na2SO4 എടുത്താൽ 2 സോഡിയം ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, 1/2 ഇൻറ്റു ലാംഡ Na2SO4 പ്ലസ്, ഇനി Cl മൈനസ് ചെയ്യണം. ഇവിടെ ഓൾറെഡി മൈനസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് ചെയ്തിരുന്നു. പ്ലസ് KCl മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ലാംഡ 0 KCl. അപ്പൊ രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ Na2ഉം SO4ഉം ഇവിടെ പൊട്ടാസ്യം അധികമായില്ലേ. അപ്പൊ അത് പോക്കാൻ വേണ്ടി മൈനസ് എന്ത് ചെയ്താൽ മതി, ലാംഡ 0 ഹാഫ് ഇൻറ്റു ലാംഡ 0 K2SO4 ചെയ്താൽ മതി അല്ലേ. ഇത് മൊത്തത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് ഫോമിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടിയില്ലേ. ആദ്യം ഫോമിക് ആസിഡ് ഫോം ചെയ്യാൻ ഏതൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഇപ്പൊ HCOH ആണ്. ഇപ്പൊ HCONaയും പ്ലസ് HClഉം ചെയ്യാം. അപ്പൊ എക്സ്ട്രാ ആയിട്ട് എനിക്ക് സോഡിയവും HClഉം ക്ലോറൈഡും വരും. അപ്പൊ അത് മൈനസ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നിട്ടുള്ളത് സോഡിയം ആകുമ്പോൾ Na2SO4 മൈനസ് ചെയ്താൽ മതി. അപ്പൊ അത് 2 ഉള്ളത് കൊണ്ട് ഹാഫ് Na2SO4 മൈനസ് ചെയ്യാം. ദെൻ ക്ലോറൈഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ KCl മൈനസ് ചെയ്താൽ മതി. അപ്പൊ മൈനസ് KCl ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ Na2SO4 കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സൾഫേറ്റ് അയോണും KCl കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടാസ്യവും എക്സ്ട്രാ വരും. അപ്പൊ അത് റിമൂവ് ചെയ്യേണ്ടി എനിക്ക് എന്ത് ചെയ്താൽ മതി, മൈനസ് ഹാഫ് അല്ല പ്ലസ് ഹാഫ് എന്ത് ചെയ്താൽ മതി, K2SO4 ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ ഫോമിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അപ്പൊ ഇതാ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കോൾറാഷ്യസ് ലോ വെച്ചിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCO മൈനസ് പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H പ്ലസ്. അപ്പൊ എനിക്കത് തന്നിട്ടുള്ളത് വെച്ചിട്ട് ഫോം ചെയ്യാൻ എനിക്ക് ഇങ്ങനെ പറ്റും. ഇവിടെ മൈനസ് ഔട്ട്സൈഡിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 105 പ്ലസ് 426 മൈനസ് ഹാഫ് ഇൻറ്റു 260 പ്ലസ് 150 മൈനസ് ഹാഫ് ഇൻറ്റു 308 എന്ന് വരും. അപ്പം അതിന്റെ വാല്യൂ ഇത് ചെയ്തിട്ട് എന്താണോ വാല്യൂ കിട്ടുന്നത് അതായിരിക്കും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഫോമിക് ആസിഡ്. ഇപ്പൊ കോൾറാഷ്യസ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റീവ് തന്നിട്ടുള്ളത് വെച്ചിട്ട് അതെങ്ങനെ ഫോം ചെയ്യും നോക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ മൈനസ് ചെയ്താലും ടോട്ടൽ ആയിട്ടുള്ളത് നമുക്ക് എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അതിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്ക് ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന്. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് എ
ഡെൻസിറ്റി ഓഫ് എ, ഞാനത് ഡി എ എന്ന് കൊടുക്കുകയാണ്. ഡി എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഗ്യാസ് ബി. അപ്പൊ ഡെൻസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബി ആണ്. ക്വസ്റ്റ്യനിൽ അതാണ് ഫസ്റ്റ് വന്നത്. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ഈസ് യെസ് കറക്റ്റ് ആണ്. ഡെൻസിറ്റി ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. ഡെൻസിറ്റി ഓഫ് ബിന്റെ 2 മടങ്ങാണ്. ദ മോളിക്കുലർ മാസ് ഓഫ് എ ഈസ് ഹാഫ് ഓഫ് ദ മോളിക്കുലർ മാസ് ഓഫ് ബി. എന്ന് വെച്ചാൽ എം എ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ മോളിക്കുലർ മാസ് ഓഫ് ബി. ദ റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ആൻഡ് ബി. പി എ ബൈ പി ബി. റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ആൻഡ് ബി, അതാണ് നമുക്ക് കണ്ടേണ്ടത്. ഡെൻസിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ ഈസ് ട്വൈസ് ആണ് തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് ബി. ഇനി മോളിക്കുലർ മാസ് ഓഫ് എ ഈസ് ഹാഫ് ഓഫ് ദ മോളിക്കുലർ മാസ് ഓഫ് ബി ആണ് തന്നിട്ടുണ്ട്. ഇനി പാർഷ്യൽ പ്രഷേഴ്സിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസിന്റെ പി വി സീക്കൽ ടു എന്താണ്? പി വി സീക്കൽ ടു എൻ ആർ ടി ആണ്. പി വി സീക്കൽ ടു എൻ ആർ ടി എന്നാണ്. അപ്പോ പി സീക്കൽ ടു എന്ത് വരും? പി സീക്കൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് വരും. എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് വരും. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാണാ? മാസ് ബൈ മോളാർ മാസ് അല്ലെ. നമ്മൾ എടുക്കുന്ന മാസ് അതിനെ ഡബ്ല്യു എന്ന് കൊടുക്കാണ്, അല്ലെങ്കിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് വരും അല്ലെ. നമ്പർ ഓഫ് മോൾസിന് വെയിറ്റ് ബൈ മോളാർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ് അല്ലെ. മാസ് ബൈ വോളിയം ചെയ്താൽ എന്ത് വരും? ഡെൻസിറ്റി വരൂലേ. അപ്പൊ മാസ് ബൈ വോളിയം എന്നുള്ളതിന് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ആർ ടി ബൈ എം എന്ന് വരും. ഡി ആർ ടി ബൈ എം എന്ന് വരും. അപ്പൊ ഡി ആർ ടി ബൈ എം എന്ന് വരും. അപ്പം പ്രഷർ ഈസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ എം എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? പി എ ഡിവൈഡഡ് ബൈ പി ബി ആണ് കാണേണ്ടത്. അപ്പൊ എന്താണ്? പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി എ ഡി ബി ഡിവൈഡഡ് ബൈ ഡി എ ഡി ബി അല്ല, അപ്പൊ പി എ ഡിവൈഡഡ് ബൈ പി ബി ചെയ്യുമ്പോൾ ഡി എ ഡിവൈഡഡ് ബൈ എം എ ഇൻറ്റു എം ബി ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് വരൂലേ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസും ആണ്. അപ്പം പി എ ഡിവൈഡഡ് ബൈ പി ബി ചെയ്യുമ്പോൾ ഡി എ ഡിവൈഡഡ് ബൈ എം എ ഇൻറ്റു എം ബി ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് വരും. അപ്പൊ നമുക്കറിയാം ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡി ബി ആണ്. എം ബി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ബി ആണ്. ഇൻറ്റു എം ബി ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് വരും. അപ്പം ഡി ബി ഡി ബിയും ക്യാൻസലായി, എം ബിയും ക്യാൻസലായി. 2 ഡിവൈഡഡ് ബൈ ഹാഫ് എന്ന് വരും. 2 ഡിവൈഡഡ് ബൈ ഹാഫ് എന്ന് വരും. എന്ന് വെച്ചാൽ 4 എന്ന് വരും. 2 ഡിവൈഡഡ് ബൈ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ ആൻഡ് ബിന്റെ റേഷ്യോ എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 4/1. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരാം. അപ്പൊ ആദ്യം നോക്കേണ്ടത് പാർഷ്യൽ പ്രഷേഴ്സിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. ഇപ്പൊ ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇപ്പൊ എന്താക്കണം? പ്രഷർ കാണാനുള്ള ഇക്വേഷനെ ഡെൻസിറ്റിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ് നമുക്കറിയാം. അപ്പൊ പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്ന് വരും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും? മാസ് ബൈ മോളാർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മാസ് ബൈ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഡെൻസിറ്റി എന്ന് വരും. ഇപ്പൊ ഡി ആർ ടി ബൈ എം എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് എന്ന് വരും. അപ്പൊ പി എ ഡിവൈഡഡ് ബൈ പി ബി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ ആണോ?
ക്വസ്റ്റ്യൻസ് ഇനി കയ്യിലുണ്ട്. പക്ഷെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇതന്നെ ഇപ്പം കുറച്ച് ആയി. ഇപ്പൊ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമിന് ഞങ്ങളൊന്നും എഴുതുന്ന ടൈമില് എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റർ തന്നിട്ടില്ലായിരുന്നു. ഇനി ഇപ്പം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ആദ്യം ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവായിരുന്നു. 25 നമുക്ക് എന്താ ഇപ്പം സബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ, 75 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എഴുതുന്ന ആ ഒരു ടൈമില് 25 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇംഗ്ലീഷ്, മാത്സ്, മറ്റേ സ്റ്റാറ്റി, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കി 75 ക്വസ്റ്റ്യൻ ആയിരുന്നു സബ്ജക്റ്റ് എന്നുള്ളത്. അപ്പൊ അന്നൊന്നും കാൽക്കുലേറ്റർ അലൗഡ് അല്ലായിരുന്നു. ഇനി എക്സാം പാറ്റേൺ മാറിയത് കൊണ്ട് സബ്ജക്റ്റിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ നാളേക്ക് എന്തായാലും ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യില്ല എന്തായാലും. ലൈക്ക് നമുക്ക് ഫിസിക്കൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ കമ്പ്യൂട്ടറിൽ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ നാളത്തേക്കൊന്ന് കൺഫേം ആക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ് നാളെയും മറ്റന്നാളും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ കുറച്ചൊരു ഇതായിക്കുണ്ടെന്ന് എനിക്കറിയാം മൊത്തത്തില്. അല്ലാണ്ട് ഇങ്ങനെ എടുത്താൽ മതിയോ, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ഡിസ്കസ് ചെയ്യണോ? ലൈക്ക് ഇത് ഓക്കെ ആണോ? ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് എന്നുള്ള ടോപ്പിക്ക് മാത്രം ഡിസ്കസ് ചെയ്ത് പോവാ, അത് ഓക്കെ ആണോ? ഇത് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്, അല്ലാണ്ട് ഒരു ടോപ്പിക്ക് ഇങ്ങനെ വീണ്ടും എടുക്കാന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറയാ, അങ്ങനെ ചെയ്താൽ മതിയോ? അങ്ങനെ മതി. എക്സാമിന് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നെടുത്ത് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, എന്നാല് ഓക്കെ ആണെങ്കിൽ ലീവ് ചെയ്തോളൂ.